നമസ്കാരം. സ്വവർഗ പങ്കാളിക്കൊപ്പം ജീവിക്കാനായി 6 മാസം പ്രായമുള്ള കുട്ടിയെ കൊലപ്പെടുത്തിയ വാർത്ത കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിൽ കേളമംഗലത്ത് നിന്നുമാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്ത എത്തിയത്. സംഭവത്തിൽ കുഞ്ഞിന്റെ അമ്മയെയും ലെസ്ബിയൻ പങ്കാളിയായ യുവതിയെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. കേളമംഗലത്ത് അടുത്തുള്ള ചിന്നാളി സ്വദേശിനി എസ് ഭാരതിയും അവരുടെ ലെസ്ബിയൻ പങ്കാളിയായ സുമിത്രയുമാണ് അറസ്റ്റിലായത്. കുഞ്ഞിന്റെ മരണം സ്വാഭാവികമല്ലെന്നും കൊലപാതകമാകാൻ സാധ്യതയുണ്ടെന്നും കുഞ്ഞിന്റെ അച്ഛൻ ആരോപിച്ചിരുന്നു. ഇരുവരും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവുകൾ നിരത്തി കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണെന്ന് ഭർത്താവ് ആരോപിച്ചിരുന്നു. ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചതോടെയാണ് ഇരുവരും അറസ്റ്റിലായത്. ഇപ്പോഴിതാ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഭാരതിയും സുമിത്രയും തമ്മിൽ 3 വർഷമായി അടുപ്പത്തിലായിരുന്നു. ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടുതൽ സമയം ലഭിക്കാതെ വന്നതോടെയാണ് കുഞ്ഞിനെ കൊല്ലാൻ പ്ലാൻ ചെയ്തത്. 2 പേർക്കും ഒന്നിച്ചിരിക്കാൻ സമയം തികയാതെ വന്നു. ഇരുവരുടെയും ബന്ധത്തിനിടയിൽ കുട്ടി വിലങ്ങ് തടിയായെന്നും ഇത് കൊലപാതകത്തിലേക്ക് നയിച്ചെന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം ഭാര്യയുടെ പെരുമാറ്റത്തിലുണ്ടായ അസ്വാഭാവികതകൾ പരിശോധിച്ചപ്പോഴാണ് ഭർത്താവ് കൊലയ്ക്കുള്ള ഞെട്ടിക്കുന്ന കാരണം കണ്ടെത്തിയത്. കുഞ്ഞു മരിച്ചതിനു ശേഷം ഭാരതി സന്തോഷവതിയായിരുന്നു. നിരന്തരം ഫോണിൽ കളിച്ചിരികൾ തുടർന്നതോടെ ഭർത്താവിന് സംശയം തോന്നി. തുടർന്ന് ഭാരതിയുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന വിവരത്തിന്റെ ചുരുളഴിയുന്നത്. അയൽക്കാരിയായ സുമിത്രയുമായുള്ള ഫോട്ടോകളും വീഡിയോകളും ഫോണിൽ കണ്ടെത്തി. മരിച്ച ശേഷം കുട്ടിയുടെ മൃതദേഹത്തിന്റെ ചിത്രമെടുത്ത് പങ്കാളിയായ 22-കാരിക്ക് ഭാരതി അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. സംശയാസ്പദമായ തരത്തിൽ സന്ദേശങ്ങളും ഭാരതിയുടെ ഫോണിൽ ഉണ്ടായിരുന്നു. ഇതോടെ സുരേഷ് ഭാരതിയുമായി സംസാരിച്ചു. ഒടുവിൽ കുട്ടിയെ താനാണ് കൊലപ്പെടുത്തിയതെന്ന് അവർ സമ്മതിക്കുകയായിരുന്നു. 3 കുട്ടികളുടെ മാതാവും തൊട്ടയൽപ്പക്കത്ത് താമസിക്കുന്ന 22-കാരിയും തമ്മിലുള്ള ബന്ധമാണ് കുട്ടിയെ കൊലപ്പെടുത്തുന്നതിലേക്ക് നയിച്ചത്. 3ാമത്തെ കുട്ടി ജനിച്ചതോടെ സുമിത്രയുമായി ഭാരതി ഇടപഴകുന്നതും സംസാരിക്കുന്നതും കുറഞ്ഞിരുന്നു. ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നതാണ് കേളമംഗലം പോലീസ് പറയുന്നത്. താനുമായുമുള്ള ബന്ധം തുടരണമെന്നും കുട്ടിയെ കൊലപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് സുമിത്ര നിരന്തരം ഭാരതിയെ നിർബന്ധിച്ചിരുന്നു. ഇതേ തുടർന്ന് മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. മുലയൂട്ടുന്നതിനിടെയാണ് കുഞ്ഞ് മരിച്ചതെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. അന്ന് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തെങ്കിലും പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നില്ല. തുടർന്ന് കുഞ്ഞിന്റെ മൃതദേഹം കുടുംബത്തിന്റെ കൃഷിഭൂമിയിൽ അടക്കം ചെയ്യുകയായിരുന്നു. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം കുഞ്ഞിന്റെ പിതാവ് അധികൃതരെ സമീപിച്ചു. ഭാര്യയും മറ്റൊരു യുവതിയും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന സന്ദേശങ്ങളും ചിത്രങ്ങളും വീഡിയോകളും കണ്ടെത്തിയെന്നും ഈ ബന്ധമാണ് കുഞ്ഞിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പിതാവ് അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചും കഴുത്തിനേച്ചുമാണ് കൊലപ്പെടുത്തിയതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഭർത്താവിനുണ്ടായ ഈ കുഞ്ഞിനെ തനിക്ക് ആവശ്യമില്ലെന്നായിരുന്നു യുവതി പോലീസിനോട് സമ്മതിച്ചത്. കൂടാതെ ഭർത്താവ് തന്നെ ശ്രദ്ധിച്ചിരുന്നില്ലെന്നും യുവതി മൊഴി നൽകി. സുരേഷ് ഫോണിൽ കുട്ടിയുടെ മരണം സംബന്ധിച്ച് ഭാരതിയോട് സംസാരിക്കുകയും ഇത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ആദ്യം നിഷേധിച്ചെങ്കിലും പിന്നീട് അവർ കുറ്റം സമ്മതിക്കുകയായിരുന്നു. എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന ചോദ്യത്തിന് കൈ മുഖത്ത് വെച്ച് മൂക്ക് പൊത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് ഭാരതി പറയുന്നു. ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്, പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ്, കാലിൽ വീഴാം, മരിക്കും വരെ എന്ത് പറഞ്ഞാലും താൻ അനുസരിക്കാം എന്ന് ഭാരതി പറയുന്നത് ശബ്ദരേഖയിലുണ്ട്. ഈ കോൾ റെക്കോർഡിംഗ് സുരേഷ് പോലീസിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം റീൽസുകളിലും ഭാരതിയും സുമിത്രയും ഒന്നിച്ച് വീഡിയോ ചെയ്തിരുന്നു. നെഞ്ചിൽ സുമി എന്ന് ഭാരതി ടാറ്റൂവും അടിച്ചിരുന്നു. സുമിത്രയെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നതും അടുത്തിടപഴകുന്നതിന്റെയും ദൃശ്യങ്ങൾ ഭാരതി സ്വന്തം ഫോണിൽ സൂക്ഷിച്ചിരിക്കുന്നു. സുമിത്രയ്ക്ക് വേണ്ടി നിരന്തരം ഭാരതി പണം ചെലവിട്ടിരുന്നതായും പോലീസ് പറയുന്നു. ഇരുവരുടെയും സൗഹൃദത്തെ ചൊല്ലി നിരന്തരം കുടുംബത്തിൽ നേരത്തെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തങ്ങൾ വെറും സുഹൃത്തുക്കളാണെന്നും ഭർത്താവിന്റെ സംശയമാണെന്നുമാണ് ഭാരതി പറഞ്ഞിരുന്നത്. ഭാരതിക്ക് 3ാമത്തെ കുട്ടി പിറന്നതോടെ സുമിത്ര അസ്വസ്ഥയാവുകയും പഴയ അടുപ്പം കാണിക്കാത്തതിൽ നീരസം പ്രകടിപ്പിക്കുകയും ഭാരതിയുമായി വഴക്കിടുകയും ചെയ്തിരുന്നു. കുട്ടിയെ കൊലപ്പെടുത്താൻ സുമിത്ര നിരന്തരം നിർബന്ധിക്കുന്ന ചില ശബ്ദ സന്ദേശങ്ങളും ഫോണിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്.